എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു മെയിനായിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. കുവൈറ്റ് എംബസിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റ് എംബസിയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് റിലേറ്റീവ്സ് ഉള്ളവരുടെ ഒരു അപ്ഡേഷൻ അവർ സ്വീകരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതായത് ഇവിടെ ഉള്ളവർ റിലേഷൻ ഉള്ളവരുടെ ഒരു അപ്ഡേഷൻ അവർ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അക്കോമഡേഷൻ വേണ്ടാത്തവർക്ക് അവരങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റയർലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു ഇൻഫർമേഷൻ ഉണ്ടാകുന്നിടം വരെ അങ്ങനെ ഒരു ആൾക്കാരെ നാട്ടിൽ നിന്നുള്ളവരുടെ ഒരു ഇത് എടുക്കുന്നില്ല. കാര്യം അത് പറയാനായിട്ട് കുവൈറ്റ് എംബസി പറയാനായിട്ടുള്ളൊരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഏജൻസികൾ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട്, അതായത് കുവൈറ്റ് എംബസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരുപാട് ഏജൻസികൾ ഒരുപാട് പേരുടെ തട്ടിപ്പിന് ഇരയാക്കുന്നുണ്ട് എന്ന് ഇതുവരെ ഇപ്പോഴും ഇരയാക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഏജൻസികളും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ പറയുന്നുണ്ട് അക്കോമഡേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറ്റി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുവൈറ്റ് എംബസി ഡയറക്റ്റ്ലി ഇപ്പോൾ ഒരു മെസ്സേജ് ഇറക്കിയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കുവൈറ്റ് എംബസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഏജന്റ് ത്രൂ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. കുവൈറ്റ് എംബസിൻ്റെ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ കാലം മുതൽ ഞാൻ ഇങ്ങനെ ഇൻഫർമേഷൻ പറയാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഏജന്റും ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്ന മെയിൽ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെയിലാണ് നിങ്ങൾക്കുള്ള ആകപ്പാടെ നിങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അതല്ലാതെ ഒരു ഇടനിലക്കാരോ ആരും നിങ്ങളുടെ ഇടയിലില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിസയും കാര്യങ്ങളൊക്കെ കിട്ടും, ഞങ്ങളത് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരുടെ വലയിൽ പോയി വീഴാതിരിക്കുക. കാര്യം അത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ആ ഒരു വലയിൽ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഒരുപാട് ഏജന്റുമാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് അവർ തന്നെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ പിള്ളേരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ മെയിൽ ഐ ഡി വെച്ചുകൊണ്ട് ഇടയിൽ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് വരുന്ന മെയിലുകളും കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പോകുന്ന ഒരു അവസ്ഥ. എന്നിട്ട് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള റോളും അവർക്കില്ല എന്നുള്ള കാര്യമാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ മെയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യും, ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾ ആ ഡേറ്റിൽ ഇതായിട്ടിരിക്കാനൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഒരുപാട് ആൾക്കാരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലുള്ള ഫ്രോഡുകളെ തിരിച്ചറിയണം, അങ്ങനെയുള്ള ഫ്രോഡുകളുടെ വലയിൽ പോയി പെടരുത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു തരത്തിലുള്ള ഫ്രോഡുകളും ഒരു തരത്തിലുള്ള ഏജന്റുമാരും കുവൈറ്റ് എംബസിൻ്റെ ഇടയിലില്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾ ഡയറക്റ്റ് മിനിസ്ട്രി വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആ വന്ന മെസ്സേജിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ പറയാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് അക്കോമഡേഷൻ ബേസ്ഡ് വിസ പ്രോസസ്സിംഗ് ഓൾറെഡി സ്റ്റോപ്ഡ് ബൈ എംഒഎച്ച്. അതായത് എംഒഎച്ചിൻ്റെ ഭാഗത്തുനിന്ന് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഏജൻസിയിലെ ആളുകൾ കോൾ ചെയ്യുക ആൻഡ് ടെല്ലിംഗ് ദേ ക്യാൻ ഗെറ്റ് ദ വിസ വിത്തൗട്ട് അക്കോമഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഏജന്റുമാർ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഫോൾസ് ആണ്, അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. നിങ്ങൾ ഒരു ഏജന്റിൻ്റെയും കെണിയിൽ പോയി പെടാതിരിക്കുക എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇതൊരു ലേറ്റസ്റ്റ് ഇൻഫർമേഷനാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള കോൺടാക്റ്റ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ വിസ പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കുവൈറ്റ് എംബസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ വിസ കിട്ടാനായിട്ടുള്ള സാവകാശം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. വിസ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ലാസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ വിസ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അതിൽ 3 മാസത്തെ വാലിഡിറ്റി ആണുള്ളത്. അതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് 1 മന്തിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ അവർ പറയുന്നുള്ളൂ. നിങ്ങൾ 1 മന്തിനുള്ളിൽ തന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല എന്നുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുവൈറ്റ് എംഒഎച്ചിൻ്റെ ലോക്കൽ മെയിൽ കിട്ടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെറി ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളിലും അവർ പറഞ്ഞതുപോലെ തന്നെ അവർ പറയുന്ന അതേ പ്രോസസ്സിൽ തന്നെ അതേ പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ്. ഈ ഇടനിലക്കാരൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ പെട്ടെന്ന് പ്രോസസ്സ് നടത്തി തരാം, കുവൈറ്റ് എംഒഎച്ചിലോട്ട് പെട്ടെന്ന് കയറ്റി തരാം, വിസ പെട്ടെന്ന് വരും എന്നൊക്കെ പറയുന്നത് വെറും ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ കോൺടാക്റ്റുകൾ നിങ്ങൾ ഒഴിവാക്കുക. കുവൈറ്റ് എംഒഎച്ചിൻ്റെ മെയിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന മെയിലുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.